ഇപ്പോൾ കണ്ട നേരവും നമ്മളിന്ന് കേൾക്കുന്നതെല്ലാം മോട്ടിവേഷൻ ക്ലാസ് അവിടെ നടത്തി, മോട്ടിവേഷൻ ക്ലാസ് ഇവിടെ നടത്തി, എന്നിട്ട് ആരും മോട്ടിവേറ്റഡും ആകുന്നില്ല, ഒന്നും ഗുണം പിടിക്കുന്നുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് വളരുന്ന എല്ലാ ഓർഗനൈസേഷൻസിനും കൃത്യമായി അവർക്ക് എക്സ്പേർട്ട് ഗൈഡൻസ് കിട്ടുന്നുണ്ട്, കൃത്യമായി ട്രെയിനിങ് കിട്ടുന്നുണ്ട്. മോട്ടിവേഷൻ അല്ല അവിടെ ആരും നേടുന്നത്. അപ്പോൾ നമ്മൾ വലിയ വലിയ ഗ്രോയിങ് ഓർഗനൈസേഷൻസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, വളരെ എക്സെപ്ഷണലായിട്ട് വളരുന്ന ഓർഗനൈസേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കൃത്യമായ ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആദ്യം എന്തിന് ട്രെയിനിങ് വേണം എന്നുള്ളതൊക്കെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യണം, നീഡ് അനാലിസിസ് നടത്തി എന്തിനൊക്കെയാണ് പരിശീലനം വേണ്ടത് അതൊക്കെ പറഞ്ഞു തരണമെങ്കിൽ അതിന് എക്സ്പേർട്ടുകളുടെ അഡ്വൈസ് നമ്മൾ എടുക്കണം. അതിനനുസരിച്ച് ട്രെയിനിങ്ങുകൾ പ്ലാൻ ചെയ്യണം. അതിന് കൃത്യമായ ആൾക്കാരെ തന്നെ വിളിച്ച് അത് ട്രെയിനിങ് നടത്തണം. ആ ട്രെയിനിങ്ങിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം, നിരന്തരമായി വളരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇങ്ങനെയൊക്കെയാണ് ഒരു പരിശീലന രംഗത്ത് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും അത്തരത്തിലൊക്കെ എങ്ങനെയാണ് ഓർഗനൈസേഷനും ക്ലബ്ബുകളും അസോസിയേഷൻസിനും ഒക്കെ വളരേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ലോകത്ത് വലിയ രീതിയിൽ വളരുന്ന പ്രസ്ഥാനങ്ങളെയൊക്കെ നോക്കിയാൽ ആ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പുറകിൽ ശക്തമായ പരിശീലനങ്ങളുണ്ട്, അവർക്ക് നല്ല എക്സ്പേർട്ടുകളുടെ ഗൈഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ പൊതുവെ വളരെ കോമ്പീറ്റൻ്റായിട്ട് നിൽക്കുന്ന ഓർഗനൈസേഷൻസിനെയും വ്യക്തികളെയൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള കൺസൾട്ടൻസോ അല്ലെ അവരെ ഗൈഡ് ചെയ്യാനുള്ള എക്സ്പേർട്ടുകളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിരന്തരമായ പരിശീലനങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നത് എന്തിനും ഏതിനും മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ട് കുറേ പരിപാടികളാണ്. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ കുളിക്കുന്ന പോലെയാണ്, എല്ലാ ദിവസവും ആവശ്യം വരും. നേരെ മറിച്ച് ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഡിസിപ്ലിനാണ്, ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല, എന്താണ് ട്രെയിൻ ചെയ്യേണ്ടത്, ഏത് ടോപ്പിക്കിലാണ് നമുക്ക് ട്രെയിനിങ് വേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിദഗ്ധമായ അന്വേഷണങ്ങൾ നടത്തി ഒരു നീഡ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ പ്രയോജനം ഒരു മനുഷ്യനോ ഒരു കൂട്ടം മനുഷ്യർക്കോ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്തിനും ഏതിനും മോട്ടിവേഷൻ എന്നും പറഞ്ഞിട്ടൊരു പരിപാടിയാണ്. ഈ മോട്ടിവേഷൻ നടത്തുന്ന ആൾക്കാർക്ക് ഈ ഒരു വിജയിച്ച ഒരു മോഡൽ അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ മുമ്പിലിരിക്കുന്ന മനുഷ്യരുടെ യഥാർത്ഥമായ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണമെന്നില്ല. ഇനിയും ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്കും അതിനുള്ള എക്സ്പെർട്ടൈസ് എന്ത് വേണമെന്നുള്ളതിലൊരു എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ക്ലബിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്നെ കാണാനായിട്ട് വന്നു. ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അവരുടെ മെമ്പേഴ്സ് അവർക്ക് എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കണം, ഒരു ഇഫക്റ്റീവ് ഓർഗനൈസേഷൻ ആണെന്നുള്ള ഒരു പേരുണ്ടാക്കണം. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മെമ്പേഴ്സിന് തന്നെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആദ്യം ട്രെയിനിങ് വേണ്ടത് മെമ്പേഴ്സിനാണ്. അപ്പോൾ മെമ്പേഴ്സിന് ഒരു ക്ലബ്ബോ ഒരു അസോസിയേഷനോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ മെമ്പേഴ്സ് തന്നെ പരിശീലനം നേടുന്നത് വളരെ നന്നായിരിക്കും. എന്ത് പരിശീലനമാണ് ഒരു സാമൂഹിക രംഗത്തുള്ള ഓർഗനൈസേഷൻ വേണ്ടത്, ഒരു ബിസിനസ് രംഗത്തുള്ള ഓർഗനൈസേഷൻ വേണ്ടത്, ഇത് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം ഒരു സാമൂഹിക രംഗത്തുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ മെമ്പേഴ്സിന് വേണ്ടത് ഒരു സോഷ്യൽ ലീഡർഷിപ്പാണ്. അപ്പോൾ സോഷ്യൽ ലീഡർഷിപ്പിലൂടെയാണ് നമ്മൾ ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ കണ്ടെത്തുന്നതും എവിടെയാണ് നമുക്ക് ഒരു സമൂഹത്തിൽ റിലവൻ്റ് ആകാൻ കഴിയുന്നത്, മീനിങ് ഫുൾ ആകാൻ കഴിയുന്നത്. ഇതൊക്കെ ഒരു സോഷ്യൽ ലീഡർഷിപ്പിലൂടെയാണ് സാധാരണഗതിയിൽ ഒരു അസോസിയേഷനിലോ ക്ലബിലോ ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാകുന്നത്. നേരെ മറിച്ച് ഒരു ഓർഗനൈസേഷൻ, ഒരു കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ കാണുകയായിരുന്നു. അവരുടെ സെയിൽസ് കൂട്ടാൻ വേണ്ടി ധാരാളം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പക്ഷേ സെയിൽ കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ HR-ഉമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഞാൻ ചില കാര്യങ്ങളൊക്കെ അവരോട് തിരക്കുമ്പോൾ മനസ്സിലായത് അവിടുത്തെ എംപ്ലോയീസിനിടയിൽ ആബ്സെൻറ്റീസ് ഒരുപാട് കൂടുതലുണ്ട്. അവർക്ക് നിരന്തരമായ അസുഖങ്ങളും മറ്റും വരുന്നുണ്ട്, പലതും ജീവിതശൈലി അസുഖങ്ങളാണ്. അപ്പോൾ ഒരു ട്രെയിനിങ് ആ രംഗത്തും നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പം സർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അസുഖങ്ങൾ അവരുടെ എക്സിക്യൂട്ടീവുകൾക്കുണ്ട്. പലതരത്തിലുള്ള അസുഖങ്ങളാണ്, വയറിന് സ്ഥിരമായ അസുഖം വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ എംപ്ലോയീസിനിടയിലെ ജനറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റാണ് ചിലയിടത്തെ ഒരു വലിയ വിഷയം എന്ന് പറയുന്നത്. അവർ ഒരിക്കലും ടൈം കീപ്പ് ചെയ്യാറില്ല, ഡെഡ് ലൈൻസ് കീപ്പ് ചെയ്യാറില്ല. അതുപോലെ തന്നെ പലപ്പോഴും ഒരു അണ്ടർ ഡെലിവറി,
വലിയ പ്രോമിസുകൾ കൊടുക്കും, പക്ഷേ ഡെലിവറി വളരെ അല്ലെങ്കിൽ വളരെ നിരാശാജനകമായ ഡെലിവറി ആയിരിക്കും. ഇതൊക്കെ ഒരു ഓർഗനൈസേഷനെ ബാക്ക്ഫയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ സെയിൽസ് കൂട്ടാനായിട്ട് കുറേ ടെക്നിക്സ് മാത്രം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് കാര്യമില്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം? യഥാർത്ഥത്തിലുള്ള പ്രോബ്ലം ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തതാണോ, നമ്മൾ എടുക്കുന്ന കോൾസിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വാക്ക് കൊടുക്കുന്ന ആൾക്കാരെല്ലാം കറക്റ്റായിട്ട് പോയി കാണാത്തതാണോ പ്രശ്നം? അതോ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഡെഡ് ലൈൻസ് കീപ്പ് ചെയ്യാത്തതാണോ പ്രശ്നം? അതോ നമ്മളുടെ ഡെലിവറിയിൽ ഒരു അണ്ടർ ഡെലിവറി ഇഷ്യൂ ഉണ്ടോ? അല്ലെങ്കിൽ റോങ് സെല്ലിംഗ് ആണോ നമ്മുടെ പ്രശ്നം? ചിലരെ അങ്ങ് ട്രെയിൻ ചെയ്ത് പിന്നെ ഈ സെയിൽസ് ട്രെയിനിങ് മാത്രം കിട്ടുന്ന ചില ആൾക്കാരുടെ കുഴപ്പം എന്നാന്ന് വെച്ചാൽ എങ്ങനെങ്കിലും വിൽക്കുക. അപ്പോൾ പലപ്പോഴും റോങ് സെല്ലിംഗ് ആയിരിക്കും നടക്കുന്നത്. ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അൺഎത്തിക്കലായിട്ടുള്ള ഒരുപാട് രീതികളിലൊക്കെ അവർ സെല്ല് ചെയ്ത് വെക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അത്തരം സെല്ലിങ്ങുകൾ മാർക്കറ്റ് ഡിസ്ട്രോയ് ചെയ്യും, നിങ്ങളുടെ റെപ്യൂട്ടേഷൻ ഡിസ്ട്രോയ് ചെയ്യും, നിങ്ങളുടെ ഗുഡ് വില്ല് ഡിസ്ട്രോയ് ചെയ്യും. എന്താ സംഭവിക്കുന്നത്? ഭാവിയിൽ ആ സ്ഥാപനം തലകുത്തും. അപ്പം നമുക്കൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട്, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഓർഗനൈസേഷൻ മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് നമ്മൾ എന്ത് ട്രെയിനിങ് ആണ് വേണ്ടത്? അപ്പോൾ ട്രെയിനിങ്ങിനെ കുറിച്ച് തന്നെ ഒരു ഐഡിയ ലീഡേഴ്സിനുണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻ ഹൗസിലുള്ളവരെ ആദ്യം ട്രെയിൻ ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിലുള്ളവരെ നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യുക. ഒരു സ്കൂള് ആദ്യം ട്രെയിൻ ചെയ്യേണ്ട പേരൻസിനെയും കുട്ടികളെയും ഒന്നുമല്ല, ആദ്യം ട്രെയിൻ ചെയ്യേണ്ട അതിൻ്റെ ടീച്ചേഴ്സിനെയാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ടൊരു സ്കൂളിൻ്റെ ട്രെയിനിങ്ങിന് എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യും. എനിക്കറിയില്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ടീച്ചേഴ്സ് ട്രെയിനിങ് നടന്നിട്ടില്ല. അതിൻ്റെ വലിയൊരു ദുരന്തം ആ സ്കൂളിൽ കാണാനുണ്ട്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടിരുന്ന ഒരു സ്കൂൾ കഴിഞ്ഞ 10-15 വർഷമായിട്ട് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്തിരിക്കുന്നവരാരും ഇത് മനസ്സിലാക്കുന്നില്ല. കാരണം കുറേ കുട്ടികൾ വന്ന് കയറുന്നുണ്ട്, പക്ഷേ പണ്ട് വന്നിരുന്ന നിലവാരമുള്ള കുട്ടികളല്ല ഇന്ന് വരുന്നത്. കാരണം ആ ആദ്യത്തെ നിലവാരമുള്ള കുട്ടികൾക്ക് ഈ സ്കൂളിൽ നിന്ന് ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട സ്കൂളിലേക്ക് പോകുന്നു. ഇതകത്തിരിക്കുന്നവരറിയുന്നില്ല. അപ്പോൾ അതിനേക്കാളും നിലവാരമില്ലാത്ത കുട്ടികൾ വരുന്നു. അപ്പം ആ കുട്ടികളുടെ നിലവാരത്തിൽ എത്തിക്കാൻ ഈ അധ്യാപകർക്ക് കഴിയുന്നുമില്ല. അങ്ങനെ സ്കൂളിൻ്റെ നിലവാരം താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല അവരുടെ പ്രശ്നം. അപ്പോൾ അവർ വീണ്ടും പറയുന്നത് ഞങ്ങളുടെ പേരൻസിൻ്റെ പ്രശ്നമാണ്, ഞങ്ങളുടെ കുട്ടികളുടെ പ്രശ്നമാണ്. സത്യത്തിൽ അവിടെ പേരൻസിൻ്റെ പ്രശ്നവും കുട്ടികളുടെ പ്രശ്നമൊന്നുമല്ല. ഈ പേരൻസൊക്കെ ലോകത്തുള്ളൂ, ഈ കുട്ടികളൊക്കെ നമുക്കുള്ളൂ. അവിടെ അധ്യാപകരിൽ മാറ്റങ്ങളുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അവിടെ ബെറ്റർ റിസൾട്ട് അല്ലെ ബെറ്റർ പെർഫോമൻസ് ട്രാൻസ്ഫോർമേഷനൊക്കെ സൃഷ്ടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇരിക്കുന്ന ലീഡേഴ്സിന് വിവരമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്ട്രോങ് ലീഡേഴ്സ് ക്രിയേറ്റ് മോർ ലീഡേഴ്സ്, വീക്ക് ലീഡേഴ്സ് ക്രിയേറ്റ് ഓൺലി സ്ലേവ്സ്. അതാണ് പ്രശ്നം. ശക്തരായ ലീഡേഴ്സിന് മാത്രം. അപ്പോൾ ഒരു ചർച്ചിലാണെങ്കിലും, ഒരു ക്ലബിലാണെങ്കിലും, ഒരു ബിസിനസ് ഓർഗനൈസേഷനാണെങ്കിലും, ഒരു സ്കൂളിലാണെങ്കിലും, എവിടെ ആയിക്കോട്ടെ, നമ്മൾ മനുഷ്യൻ്റെ വിഭവശേഷിയെ വളർത്തിക്കൊണ്ടിരുന്നാൽ ഒരു ലേണിംഗ് ഓർഗനൈസേഷൻ, ഒരു ഗ്രോയിങ് ഓർഗനൈസേഷൻ, ഇതിന് മാത്രമേ ഇനിയുള്ള കാലത്ത് സാധ്യതകളുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ രംഗത്ത് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടും പരിശീലനങ്ങൾ നേടിക്കൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും ഇരിക്കുന്നത് കൊണ്ടാണ് വളരെ റിലവൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും അത് ചിലപ്പോൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഒരു 1500 പേരിരിക്കുന്ന ഒരു സദസ്സിലായിരിക്കും ചിലപ്പോൾ ആ ഒരു കാര്യം ഡെലിവറി ഉണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഒരു ഗിയറിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നത് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഫംബിൾ ചെയ്തു പോകും. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പിലായിരിക്കും, ചിലപ്പോൾ ഒരു 20 പേരുടെ ഒരു ഗ്രൂപ്പായിരിക്കും. 20 പേരുടെ ഗ്രൂപ്പാണ് ഏറ്റവും ക്രിട്ടിക്കൽ. കാരണം ആ 20 പേരും വളരെ ഷാർപ്പായിട്ട് നമ്മളെ അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഒരിക്കൽ ഞാനൊരു ക്ലബ്ബിൽ ചെല്ലുമ്പോൾ അവിടെ 5 പേരെ എൻ്റെ മുമ്പിലുള്ളൂ. വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പോൾ എൻ്റെ മകനും എൻ്റെ കൂടെയുണ്ട്. 5 പേരാണ് മുമ്പിലുള്ളത്, വളരെ ലേൺഡപ്പായിട്ടുള്ള 5 പേർ. പക്ഷേ ആ 5 പേരെ ഒരു 45 മിനിറ്റ് നേരം വളരെ ശ്രദ്ധയോടുകൂടി അവർക്ക് വേണ്ട ഒരു ടോപ്പിക്, ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഒരു ടോപ്പിക്കിലേക്ക് ആ ഒരു പ്രോഗ്രാം കൊണ്ടുപോകാനും അത് നല്ല ഒരു സെഷനാക്കി മാറ്റാനും കഴിഞ്ഞു. അത് എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നിരന്തരമായി പഠിക്കുകയും നിരന്തരമായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏത് സാഹചര്യത്തെയും വളരെ ഭംഗിയായി മീനിങ് ഫുള്ളായി മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് എല്ലാ ഓർഗനൈസേഷനും ഈ കാലഘട്ടത്തിൽ ആവശ്യം. വെറും മോട്ടിവേഷനല്ല, കുട്ടികൾക്കും വേണ്ടത് മോട്ടിവേഷനല്ല, യുവജനങ്ങൾക്ക് വേണ്ടത് മോട്ടിവേഷനല്ല. ഇത് തിരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവർക്ക് വേണ്ടത് കൃത്യമായ ഗൈഡൻസ്. ഒന്ന്, എന്താണ് വേണ്ടതെന്നുള്ളതിലുള്ള ഗൈഡൻസ്. 2, ആ വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രംഗത്തുള്ള പരിശീലനങ്ങൾ. അപ്പോൾ കൃത്യമായ അത്തരം പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. അത് ആരോഗ്യത്തിൻ്റെ പരിശീലനമാണെങ്കിൽ ആരോഗ്യത്തിൻ്റെ പരിശീലനം തന്നെ വേണ്ടി വരും. എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ ട്രെയിനിങ് അല്ല. നീഡ് എന്താണെന്ന് മനസ്സിലാക്കി ട്രെയിനിങ്ങിലേക്ക് പോകാൻ അത്തരത്തിലൊക്കെ നമ്മുടെ സമൂഹത്തിലെ ഓർഗനൈസേഷൻസിൽ മാനേജ്മെൻറ്റിൽ ഒക്കെ മാറ്റങ്ങൾ വരട്ടെ. പണ്ടൊക്കെ നല്ല നല്ല ക്ലബ്ബുകളിലൊക്കെ അതിൻ്റെ മെമ്പേഴ്സിന് മാസത്തിലൊരിക്കലും ഒരു നല്ല
ഒരു ടോക്കൊക്കെ ഒരു എക്സ്പേർട്ടിനെ വിളിച്ച് ഒരു ടോക്ക് കൊടുക്കും. എന്തിനാണ്? ഒരു 12 മാസം കഴിയുമ്പോഴത്തേക്ക് 12 വിഷയങ്ങളിൽ അവർ ടോക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിശീലനം കിട്ടി. അപ്പോൾ ആ മെമ്പേഴ്സൊക്കെ കുറേ നിലവാരമുള്ളവരാണ്. ഇപ്പോൾ ഓരോ ക്ലബ്ബിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മെമ്പേഴ്സിൻ്റെയൊക്കെ നിലവാരം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഓർഗനൈസേഷൻസാണ്, കഞ്ഞി മെമ്പേഴ്സ്. ഇതൊക്കെ മാറിയില്ലെങ്കിൽ എന്തൊരു ദുരന്തമാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചൊരു മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. കാരണം ഈ ലോകത്ത് മികച്ചു നിൽക്കുന്നതല്ല, നിരന്തരമായി ഗൈഡൻസ് കിട്ടുന്നതും അല്ലെങ്കിൽ നിരന്തരമായ കൺസൾട്ടേഷനും എക്സ്പേർട്ടൈസും ഒക്കെ കിട്ടുന്ന, ട്രെയിനിങ് കിട്ടുന്ന പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. സർക്കാരിലെയൊക്കെ പ്രസ്ഥാനങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്നത് അവിടെ ഒന്നും നടക്കുന്നില്ല. അകത്തുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ചെയ്യുകയാണ്. അതെന്താണെന്ന് അമ്മാവൻ്റെ മോളെ കല്യാണം കഴിക്കുന്ന പോലെയാണ്. കാരണം ഒരു ജനറ്റിക് റിട്ടാർഡേഷനാണ്. പുറത്തുനിന്നൊരു നല്ല ഐഡിയയും അകത്തേക്ക് വരുന്നില്ല. അതിനകത്തിട്ടുള്ള കറക്കമാണ്. അതൊന്നും വളരില്ല. ഇവിടെ എല്ലായിടത്തും മാറ്റങ്ങളുണ്ടാവട്ടെ. താങ്ക് യു.